ഹലോ ഗൈസ്, അപ്പോൾ അതാ ഞാനുള്ളത് റമീൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് രോഗീനെ കാണാനാണ്. അപ്പോൾ എന്താ രോഗം എന്ന് വെച്ചാൽ ഓളെ കയ്യിലിരിപ്പുകൊണ്ട് ഞങ്ങളൊന്ന് ചെറുതായിട്ട് കാലം തല്ലി ഒടിച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം നടന്നിട്ട് 2 ദിവസമായിട്ടോ. പക്ഷേ ആളെ പൊക്കി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ട് തിന്നാണ്. നമ്മുടെ ചെപ്പണ്ടിയാണ് കേട്ടോ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ചെപ്പണ്ടി ആണെങ്കിൽ നമുക്ക് ചായക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ബൈക്ക് എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മളതങ്ങനെ ഓളെ യാത്ര ആക്കാൻ വേണ്ടി കൊലായിരിക്കുന്നുണ്ട്. കാല് തല്ലി അടിച്ചാന്ന് വെറുതെ ഒരു പുളു അടിച്ചാണ് ഗൈസ്. ഒരു രസമല്ലേ സംഭവം എന്ന് വെച്ചാൽ ഓളെ വീട്ടിലുള്ള ടൈല് നല്ല ഉറപ്പുണ്ടോയെന്ന് ഓളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അവർ രണ്ടാളും കാണിച്ചു തരുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് റമീൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ഞാനും അങ്ങനെ ഒരുങ്ങി കെട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ ചെപ്പണ്ടി നമുക്ക് പാലും കൂട്ടിലൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ തുടങ്ങുകയാണേ. ഇവളുടെ പേര് ചെപ്പണ്ടി എന്നല്ല കേട്ടോ, ചെപ്പു എന്നാണ്. ഇതിപ്പോൾ വിളിച്ച് കേട്ടാൽ തന്നെ എന്നെ കണ്ട വഴി ഓടിക്കും. ചെപ്പുൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇടയ്ക്കൊരു വീഡിയോ കോളൊക്കെ ചെയ്യൂട്ടോ ആൾ. ഇപ്പോഴാണെങ്കിൽ ഓൾ ഫുൾ എൻഗേജ്ഡ് ആണ്. നമ്മളെ കിട്ടിയതിന് ശേഷം പിന്നെ മുപ്പര വേണ്ടെന്നാണ് കേട്ടോ ആളുടെ പരാതി. പിന്നെ പൊന്നു ഗെറ്റ് ഔട്ട് അടിക്കുന്നവരെ നമ്മൾ ആ വീട് മൊത്തത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്ത് ഫുള്ള് വിറകലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ ചായ കുടിക്കാനൊക്കെ ഉള്ള ഓരോ തത്രപ്പാടിലാണേ. പിന്നെ ചെപ്പും അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും പൊന്നും മാത്രമായിരുന്നേ. പൊന്നെന്ന് വിളിക്കുന്ന നമ്മളെ റെമിനാ കേട്ടോ. യാരെന്താ നുഴഞ്ഞു കയറ്റുകാരി? യെസ്, ചെപ്പു അനസ്. ചെപ്പു എന്ന് ഇവളെ വിളിക്കുന്ന നിക്നെയിം ആട്ടോ. ആളുടെ പേര് സഫ്വാന എന്നാണ്. ഇവളാണെങ്കിൽ ഇപ്പോൾ പോകും കേട്ടോ. കാരണം ഓക്ക് ഓളെ വീട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഓളുടെ ആങ്ങളുടെ കുട്ടി വരുന്നുണ്ട് കേട്ടോ. ആങ്ങളുടെ മോളും വൈഫ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളെ കാണണം എന്ന് നോക്ക് ഭയങ്കര പൂതിട്ടോ അങ്ങനെ പോയതാണ്. അപ്പോൾ ഓളെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മൾ പോണതിന് കുറേ അടവുകളൊക്കെ പഴിച്ചിട്ടോ പോവാതിരിക്കാനൊക്കെ. മുന്നേ ഇതുപോലെ ഒരു ചാൻസ് കിട്ടിയപ്പം ചെപ്പും പൊന്നും ആട്ടോ ഒപ്പരുണ്ടായത്. അന്ന് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഞാനും പൊന്നും ഓളുണ്ടായില്ല. ഓള് പോകുന്ന ദേഷ്യത്തിന് നമ്മൾ ലെറ്റ്സ് ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞ് പിന്നെയും ആ ഒരു വിഷമത്തിൽ നമ്മൾ കയറി ചായ കുടിക്കാൻ കുത്തിയിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ എന്താ ഞാനിവിടെ നോക്കുമ്പോൾ ഇവർ മൂന്നാളും പാട്ടൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഓരങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഓരിന്ന് കളിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ എന്താ ചെപ്പണ്ടി ഫുൾ വീഡിയോ കോള്. ഒരു നേരം നമുക്ക് സ്വൈര്യം തരുന്നില്ല കേട്ടോ. നമ്മൾ എത്ര പറഞ്ഞാൽ അവളോട് പോകണ്ടെന്ന് പക്ഷെ അവൾ കേട്ടില്ല. പക്ഷെ പിന്നെയും ഫുള്ള് വീഡിയോ കോള്. ഞാൻ ആ വീട്ടിൽ നിന്ന് പോണവരെ അവൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അതൊരു വൈബ് വേറെ ആണല്ലോ. പക്ഷെ അവൾക്ക് ഇങ്ങനെ എന്തോ ഒരു മിസ്സിങ് ഉണ്ട് കേട്ടോ. അതാണ് അവൾ പിന്നെയും വീഡിയോ കോൾ ചെയ്യണത്. അങ്ങനെ പിന്നെ അതാ നമ്മൾ പൂരിയൊക്കെ പരത്തി പൂരി ഉണ്ടാക്കി പിന്നെ മുട്ട റോസ്റ്റൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ പോവാട്ടോ. അപ്പോഴത്തേക്കും പിന്നെ പൊന്നുൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. എക്കാണെങ്കിൽ ഒക്കെ ഉത്സവത്തിന് പോകാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഉത്സവത്തിനും പോയി. അടുത്ത നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് മിറർ സെൽഫി. അപ്പോൾ മിറർ സെൽഫിക്ക് വേണ്ടിയിട്ട് ആ പൊന്നിവിടെ ലോക പൊട്ടിയാണ് ഗൈസ്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരുങ്ങി നമ്മൾ മിറർ സെൽഫി ഒക്കെ എടുത്തു. പിന്നെ റീൽസൊക്കെ എടുത്തു. റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ് ചെപ്പുവിനെ പറ്റിക്കാമെന്ന് പറഞ്ഞ് വെറുതെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണേ. ഇത്രയേ ഉള്ളൂ. ബൈ.